ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നപ്പ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് അവരെ ഏത് വിഷയമായി ഏത് ആവശ്യമായി ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു അവൻ ഞങ്ങൾ ഒന്നും അറിയുന്നില്ലെങ്കിൽ ഞങ്ങളെ സകലതും അറിയുന്ന ഞങ്ങളുടെ കർത്താവ് അവരെ തൊടുമാറകണമേ. അവർ വിഷയത്തിന് പരിഹാരം കർത്താവ് കൽപ്പിക്കുമാറകണമേ. ഈ മീറ്റിംഗ് കഴിഞ്ഞ കർത്താവേ കടന്നു പോകുമ്പോ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു എന്ന് സാക്ഷ്യം പറയുക ദൈവം അവസരങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ദൈവസഭയിലെ ദൈവദാസന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവൻ ഞങ്ങളുടെ പ്രാർത്ഥനാ ധനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവൻ എല്ലാ കമ്മിറ്റികളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. അവൻ തുടർന്ന് ഞങ്ങൾക്ക് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ട്. അവൻ ഞങ്ങൾക്ക് പിന്നെയും അവൻ ഭവനങ്ങളായിരുന്നുകൊണ്ട് ഞങ്ങളായിരിക്കുന്നിടങ്ങളിരുന്നോട് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമേ. വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുമാനിയാകണമേ. ഞങ്ങൾക്ക് കർത്താവേ ഞങ്ങളോട് ദൈവം സംസാരിച്ചാട്ടെ. ആമേ ആദ്യം അവസാനം വരെയും തിരുസാന്നിധ്യം ഉണ്ടാകണം. പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ഇന്നെനിക്ക് പ്രാർത്ഥിക്കുക. 1000 കാരണങ്ങളുണ്ട് അതിലൂടെ ദൈവത്തെ ആരാധിക്കുക. അതിന്റെ കർത്താവ് വിളിച്ചു പറഞ്ഞേ എന്റെ കർത്താവ് നമുക്ക് ചെയ്തതെല്ലാം ഉപകാരമാണ്. നമ്മുടെ കഴിവല്ല,
നമ്മുടെ പുണ്യപ്രവൃത്തിയല്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് കർത്താവിന്റെ കൃപയാണെന്ന് പറയാൻ കഴിയും. നമ്മുടെ സഹോദരങ്ങൾ എത്ര പേര് ലോകം വിട്ടുപോയി, ഇന്നലെ കണ്ടവരൊന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 14 ലേഖനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് എഴുതി ഞാൻ കർത്താവിന് പ്രാപിച്ചു എന്ന് പറഞ്ഞ് ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറഞ്ഞ പൗലോസ് വല്ല വിധേനയാണ് മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിച്ചതെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ നിത്യത ഇവിടെ അല്പസമയം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുക. എല്ലാം ഒന്ന് മറന്ന്, കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും പ്രാരാബ്ദങ്ങളെല്ലാം മറന്ന് എല്ലാവരും അതിരം തുറന്നുകൊണ്ട് കർത്താവിനെ വിളിച്ചു പറഞ്ഞേ, എനിക്ക് ആരാധിക്കാൻ കാരണങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കാം. എല്ലാ കാര്യങ്ങളും ആരംഭിച്ചു അഭിഷേകം ഇന്ന് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. വലിയൊരു ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിച്ച ഇതൊരു പ്രോഗ്രാം അല്ല, ഇതൊരു ദൈവിക ഭവനമാണ്. ഹല്ലേലൂയ. അഭിഷേകം ഇന്ന് രാത്രി ഇറങ്ങട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. അതിനെ തുറന്നുകൊണ്ട് എല്ലാ വിഷമങ്ങളും മാറട്ടെ, എല്ലാ മരണഭയങ്ങളും മാറട്ടെ. ഇനി എനിക്ക് നിരാശയില്ല, ഇതിൽ വ്യാപരിക്കുന്ന കൃപ അത് കർത്താവ് ചൊരിഞ്ഞ രക്തമാണ്. നന്ദിയോടെ സന്തോഷത്തോടെ ഞാൻ ചെലവഴിക്കേ. അപ്പാ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ദേശത്തിന് വേണ്ടി, സഭകൾക്ക് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഹല്ലേലൂയ അനേകർ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിനാൽ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ദൈവസഭയ്ക്ക് ചേർന്ന് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്വർഗം ഇടയാക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടായിരിക്കണം. കർത്താവിനെ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. നാം ദൈവത്തോട് പറഞ്ഞു, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞു. ഇന്ന് സന്ധ്യയിൽ ഹാലിൽ വലിയൊരു മെസ്സേജിനുള്ള സമയമൊന്നുമില്ല. സ്തോത്രം. നമ്മൾ ഒത്തിരി മെസ്സേജുകളൊക്കെ കേൾക്കും. ഹാല് വചനത്തിലൂടെ ദൈവദാസന്മാരോടൊക്കെ കേട്ട് നമ്മൾ ദൈവവചനത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്ന ദൈവമക്കളാണ്. സന്ധ്യയിൽ ഹാലിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നിരിക്കുന്ന ഒരു വചനം. സ്തോത്രം. 2 തിമോത്തിയോസ് ഹല്ലേലൂയ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 8-ഉം 9-ഉം വാക്യം ഒന്ന് വായിക്കാം. 2 Timothy chapter 2 verse 8 and 9. 2 തിമോത്തിയോസ് പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം. ആമേൻ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതായിരുന്നതിനാൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ചു കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ തിരുവചനത്തിനായി സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം ആത്മാവിൽ സംസാരിക്കാനുള്ള കൃപ എനിക്ക് ആമേന്ന് പകരണമേ. അങ്ങയുടെ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണം, കൃപയിൽ പൊതിയണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ആമേൻ പ്രിയ മകനായ തീമോത്തിയോസിന് എഴുതുന്ന ലേഖനമാണ്. സ്തോത്രം കേട്ടോ. നന്ദിയോടെ സ്തോത്രങ്ങള്. പലപ്പോഴും ഈ അധ്യായങ്ങളും ഭാഗങ്ങളൊക്കെ ഒരുപാട് വായിച്ച് ഇതിലൂടെ ഒക്കെ ഒരുപാട് പ്രസംഗങ്ങൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് സന്ധ്യയിൽ ദൈവത്തിന്റെ ആത്മാവിന് കടന്നു വന്ന ദൈവമക്കളോട് ഈ വചനത്തിലൂടെ വ്യക്തമായി സംസാരിക്കാനുണ്ട്. സ്തോത്രം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. സ്തോത്രം. ഇന്ന് സന്ധ്യയ്ക്ക് ദൈവമക്കളെ നാം ഒത്തിരി ഓർക്കുന്നവരായി ഇപ്പോഴും ഇരുന്ന് പല കാര്യങ്ങളും ഓർക്കുക. പക്ഷേ ദൈവത്തിന്റെ വചനം അപ്പോസ്തലനായ പൗലോസിനോട് തീമോത്തിയോസിനോട് പറയുമ്പോൾ അതേ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി കടന്നു വന്ന ദൈവമക്കളോട് ഒന്നേ പറയാനുള്ള പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മ
നമുക്ക് ഓർക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവൻ ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കുന്നവരുമാണെങ്കിലും അവൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നത് ഓർക്കാൻ ഒന്നേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നമുക്ക് വേണ്ടി പ്രാണൻ തന്ന, നമുക്ക് വേണ്ടി ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ യാഗമായ നമ്മുടെ യേശു ക്രിസ്തുവിനെ ഓർക്കുക. അവൻ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഇടയാകുന്നെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം. സന്തോഷമുണ്ടോ ദൈവമക്കളെ? അവൻ സ്വന്തം നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ഓർക്കാൻ ഒരുവനുണ്ട്, നമ്മുടെ യേശു ക്രിസ്തു. നമ്മുടെ ഭാരങ്ങളുടെ നടുവിൽ ഓർക്കാൻ ഒരുവനുണ്ട്, നമ്മുടെ യേശു ക്രിസ്തു മാത്രം. അവൻ നന്ദിയോടെ സ്തോത്രം. അതും ഇത് ഓർത്ത് ഭാരപ്പെട്ടിരിക്കാതെ സ്തോത്രം സ്തോത്രം സ്തോത്രം. അവൻ ഒരുപാട് ഭാരം അലട്ടുന്നുണ്ട്, ഒരുപാട് വേദനയിൽ നാം കടന്നു പോകുന്നുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ ഭാരങ്ങളുടെ നടുവിൽ അവൻ നീ കർത്താവിനെ മാത്രം ഓർക്ക്. നിന്റെ വീട്ടുകാരെ ഓർത്തിരുന്ന് ഭാരം കൂട്ടാതെ. സ്തോത്രം സ്തോത്രം. ശരിയല്ലേ? സ്തോത്രം. വിഷയങ്ങൾ എവിടുന്ന് വരുന്നോ അവിടെ ഓർത്തിരുന്നോണ്ട് ഭാരം കൂടി കൂടി വരിക. സ്തോത്രം. ഭാരം കുറയ്ക്കാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്, പക്ഷേ നമ്മൾ ഭാരം കൂട്ടാനാ ഭാവം ചിന്തിക്കുന്നത്. ഇന്ന് രാത്രി കർത്താവ് അതല്ല, അവൻ നമ്മുടെ ഭാരത്തിന്റെ നടുവിൽ അവൻ യേശു ക്രിസ്തുവിനെ ഓർക്കാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകുന്നുണ്ട്? അവൻ ആരാണ്? നമ്മുടെ യേശു ക്രിസ്തു. അവൻ സ്തോത്രം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റവൻ. സന്തോഷമില്ല ദൈവമേ? സ്വോത്രം സ്വോത്രം. ഹല്ലേലൂയ. വേറെ എങ്ങും നടന്നിട്ടില്ല, അവൻ നടക്കാൻ പോകുന്നുമില്ല. സ്വോത്രം. അവൻ ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിനെ ഓർക്കാം. ഇന്ന് രാത്രി എത്ര പേർ കഴിയുന്നുണ്ട്? അവൻ അവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, അവൻ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട് ആ ദൈവത്തിയോസിനോട് പറയുമ്പോ ഇന്ന് രാത്രി നമ്മളോട് പറയുക, നാം ഓർക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. സ്വോത്രം. പരിശുദ്ധാത്മാവ് പറയുന്നത് പല സന്ദർഭങ്ങളിൽ നാം മറന്നു പോകുന്നു. ആരെ മറന്നു പോകുന്നു? നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുവിനെ മറക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുൻജാമെ പല സമയങ്ങളിൽ ഉണ്ട്. അത് പാടില്ല. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ അവൻ ആരാധന തുടങ്ങുമ്പോ അവൻ ദൈവത്തിന്റെ ദാസന്മാർ ആരാധന ലീഡ് ചെയ്യുമ്പോ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോ നമ്മുടെ കാതുകളിൽ ആ ശബ്ദം കേൾക്കുമ്പോ നമ്മുടെ യേശുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. പക്ഷെ ആരാധന കഴിഞ്ഞ് പോകുമ്പോ, വീട്ടിൽ ചെന്ന് ഇരിക്കുമ്പോ, അവൻ ജോലി സ്ഥലത്ത് ചെന്ന് പോകുമ്പോ, യാത്ര ചെയ്യുമ്പോ അവൻ നമ്മെ യേശുവിനെ ഓർക്കുന്നുണ്ടോ? അവിടെ ആ വിഷയം. രാത്രി പരിശുദ്ധാത്മാവിന് പറയാനുള്ളതാ, അവൻ എല്ലാ ഇടങ്ങളിലും ദൈവത്തിന്റെ പൈതല് നീ യേശുവിനെ മാത്രം ഒന്ന് ഓർക്ക. എല്ലാ സന്ദർഭങ്ങളിലും അവൻ നീ ചിന്തിക്കുക, എന്നെ വിളിക്കാൻ ആരുമില്ല, അവൻ എന്റെ സേവ അന്വേഷിക്കാൻ ആരുമില്ല എന്ന് നാം ചിന്തിച്ച് ഭാരപ്പെടുന്നവർ. സ്വോത്രം. എല്ലാവരും അങ്ങനല്ലേ? ഒരു വേദന സങ്കടമൊക്കെ വരുമ്പോ അച്ഛൻ എന്നെ ഒന്ന് വിളിച്ചു. സ്വോത്രം. പിന്നെ എന്താ ഭാരം കൂട്ടുക? ശരിയല്ലേ? ഇനിയൊന്നും വിളിക്കാനൊന്നും ആരുമില്ല, ആരെ കിട്ടുമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. ഒറ്റ കാര്യം ഓർത്താ മതി, ഒന്ന് യേശുവിനെ ഒന്ന് ഓർക്ക. യേശുവിനെ ഓർക്കുമ്പോ അവിടെ സംഭവിച്ചെന്ന് അറിയോ? അവൻ അതാകുന്നു എന്റെ സുവിശേഷം. സ്തോത്രം. കണ്ടോ? സ്തോത്രം. സുവിശേഷം ഉണ്ടോ? സ്തോത്രം. യേശു ക്രിസ്തുവിനെ ഓർക്കുന്ന സമയങ്ങളിലൊക്കെ സുവിശേഷം വ്യാപരിക്കും. സ്തോത്രം. സ്തോത്രം. സന്തോഷമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം വ്യക്തമായിട്ടാ പറയുന്നത്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത ഭാരങ്ങളൊക്കെ ഒന്ന് വിട്ടേ. സ്തോത്രം. ആവശ്യമില്ലാത്ത ഭാരമൊക്കെ ഒന്ന് വിട്ടേ. യേശു ക്രിസ്തുവിനെ ഓർക്കാൻ തയ്യാറാകുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് സുവിശേഷം പുറത്ത് വ്യാപരിപ്പാൻ തുടങ്ങും. അവൻ സുവിശേഷം വ്യാപരിക്കുന്നുണ്ടോ? അവൻ അനേക ആത്മാക്കൾ വിടുവിക്കപ്പെടാനില്ലേ? നമ്മുടെ കൂടെ പാർക്കുന്നവർ, അവൻ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നവർ, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ ഭവനത്തിലുള്ളവർ ഈ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടാനില്ലേ? ഇന്ന് രാത്രി എന്താ നടക്കാത്തത്? അവൻ യേശു ക്രിസ്തുവിനെ ആത്മാവിൽ ഓർക്കുമ്പോ അവൻ ഓർക്കുന്ന സമയങ്ങൾ സുവിശേഷം പുറത്തേക്ക് വരും. സുവിശേഷം വ്യാപരിച്ചുകൊണ്ടിരിക്കും. സുവിശേഷം വ്യാപരിക്കുമ്പോ ആത്മാക്കൾ വിടുവിക്കപ്പെടും. അവൻ ജനം ദൈവസന്നിധി കടന്നു വരും. മനസ്സിലായോ ദൈവമക്കളെ? പൗലോസിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചത് അവൻ യഥാർത്ഥ കാര്യം അവൻ തിമോത്തിയോസിനോട് പറയുക. സ്തോത്രം. അവൻ നന്ദിയോടെ സ്തോത്രം. അവൻ ഹല്ലേലൂയ. അവിടെ അവൻ സുവിശേഷം പരാജയം ശത്രുവിനുള്ളതാ, അവൻ തോൽവി ശത്രുവിനുള്ളതാ, ജയം ദൈവത്തിന്റെ മക്കൾക്കുള്ളതാ. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ ദൈവമക്കളെ? അതുകൊണ്ട് സുവിശേഷം ഇറങ്ങട്ടെ, സുവിശേഷം വ്യാപരിക്കട്ടെ, തലമുറമേൽ സുവിശേഷം വ്യാപരിക്കട്ടെ. തലമുറമേൽ സുവിശേഷം വ്യാപരിക്കണമെങ്കിൽ അവരാരെ ഓർക്കണം? ആമേൻ. സ്തോത്രം. നമ്മള് ഭയങ്കര പരാതിയാ,
ഭയങ്കര കംപ്ലൈന്റാ. ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും തലമുറ ഓർത്തുള്ള വേവലാതി. എന്താ? അവർ യേശുവിനെ ഓർക്കുന്നില്ല. അവർ യേശുവിനെ ഓർക്കാനുള്ള അവസരം നാം ഒരുക്കി കൊടുക്കണം. നാം യേശുവിനെ ഓർക്കുന്നെങ്കിൽ നമ്മുടെ തലമുറ യേശുവിനെ ഓർക്കും. മാതാപിതാക്കൾ യേശുവിനെ ഓർക്കുന്നെങ്കിൽ ഓർക്കുന്ന മാതാപിതാക്കൾ യേശുവിനെ ഓർക്കുന്ന മാതാപിതാക്കളുടെ തലമുറ യേശുവിനെ ഓർത്തിരിക്കും. അവർ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. അവരിലൂടെ സുവിശേഷം വ്യാപരിക്കും. കേട്ടോ? എന്തുകൊണ്ട്? പിതാക്കന്മാരെ ദൈവം വിളിച്ചു വേർതിരിച്ചു. തലമുറ ഇന്നും ദൈവസഭയിൽ നിൽക്കുന്നതിന്റെ കാരണം എന്താ? പിതാക്കന്മാർ പകർന്നു കൊടുത്ത സുവിശേഷം ആരിലൂടെ വ്യാപരിക്കാൻ തുടങ്ങി? തലമുറ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. തലമുറ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. പണ്ട് അമ്മച്ചി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. സ്തോത്രം. എവിടെ ചെന്നാലും ഞങ്ങളുടെ അമ്മച്ചി ഭയങ്കര പ്രാർത്ഥനക്കാരിയാന്ന് പറയും. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ചോദിച്ചു, ഇപ്പൊ എന്തോ ഗതി ചോദിച്ചു. ഞാൻ പറഞ്ഞ അമ്മച്ചി പ്രാർത്ഥിച്ചോണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന തലമുറ വേറെ രീതി പോകുന്നു. സ്തോത്രം. അമ്മച്ചി പ്രാർത്ഥിച്ചോണ്ട് നീ ദൈവസന്നിധി നിൽക്കുന്നു. സ്തോത്രം. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ച നമ്മുടെ തലമുറ ദൈവസന്നിധി നിൽക്കും. സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആത്മാവിനോടൊന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഒരുമിച്ച് കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനത്തെ ബന്ധപ്പെട്ട് ദൈവാത്മാവ് സംസാരിപ്പാണ്ടെന്നാൽ 9-ാമത്തെ വാക്യം പറയുന്നത്, അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ സന്തോഷമുണ്ടോ ദൈവങ്ങളെ? ദൈവവചനത്തിനോ ആമേൻ. അപ്പൊ ദൈവമക്കൾക്ക് ബന്ധനമുണ്ടോ? സ്വത്രം ഉണ്ടോ? പറ ദൈവമക്കളെ. ദൈവവചനത്തിന് ബന്ധനമില്ലെങ്കിൽ ആ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ബന്ധനമില്ല. ഒരു ബന്ധനവും നമ്മളെ തൊടത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവവചനം ഏറ്റെടുക്കണം. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് ആ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തിയിൽ വരുമ്പോ ബന്ധനം അഴിഞ്ഞു മാറും. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നിലയിൽ വെച്ചൊന്നും പ്രാർത്ഥിക്കണേ. സ്തോത്രം. സ്തോത്രം. അതൊക്കെ നല്ല കാര്യം ഞാൻ അതിനൊന്നും വിമർശിക്കുകയല്ല. പക്ഷെ വചനം ഒന്ന് ഏറ്റെടുത്തേ. വചനത്തിന് ബന്ധനമുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ബന്ധനം നമ്മെ തൊടുമോ? ഇല്ല. ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ അഴിയട്ടെ. ദൈവത്തിന്റെ വചനത്തോട് ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിയട്ടെ. സുവിശേഷം ഇറങ്ങട്ടെ. യേശുവിനെ ഒന്ന് ഓർത്ത് സുവിശേഷം ഒന്ന് വ്യാപരിക്കട്ടെ. നമ്മുടെ വായിൽ നിന്ന് സുവിശേഷം ഇറങ്ങട്ടെ. പോയതുപോലെ അല്ല ദൈവമക്കളെ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതുവരെ പോയതുപോലെ അല്ല. ഇനി പോകേണ്ടത് സുവിശേഷം പറയാ. ദൈവത്തിന്റെ ജനം ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഏമെടുക്കുന്നു. സുവിശേഷം ആമേൻ ദൈവത്തിന്റെ ജനത്തിലൂടെ വ്യാപരിക്കട്ടെ. അന്യോന്യം. ഈ പ്ലെയിനിൽ കയറുമ്പോൾ നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, അവർ മാസ്ക് തരും. അവർ ആഡ് ചെയ്യും, അവർ എക്സ്പ്ലെയിൻ ചെയ്യും. എന്തെങ്കിലും ഈ കാറ്റിന്റെ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ഇവിടുന്ന് മേളിൽ നിന്ന് എമർജൻസി മാസ്ക് വരും. നിങ്ങൾ ആദ്യം ആരുടെ ദേഹത്ത് വെക്കണ്ടേ? സ്വയം. എന്നിട്ട് പിന്നെ അടുത്ത ആൾക്ക് വെക്കാവുന്ന അവർ പറയും. നമ്മളെല്ലാവരും കൈയടിച്ച് ബഹളം വെക്കുന്നത് എന്തോന്നറിയാവും? അപ്പുറത്താണ് ആദ്യം നമ്മളൊന്ന് ശരിയാകട്ടെ. കർത്താവദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മളൊന്ന് റെഡിയാകാം. നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അബ്രായർക്ക് ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ പറയും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിസർവ്. ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയത് പ്രിസർവ്. ഒരാൾ ക്ഷീണിതനാണ് കാണുമ്പോൾ ആ സഹോദരനെ അങ്ങോട്ട് വിട്ടിട്ട് പോകാനല്ല, എടുത്ത് കൈക്കൊള്ളണം. ആ സഹോദരിയെ കൈക്കൊള്ളണം. ഹല്ലേലൂയ. അതാണ് പ്രിസർവ്. ഹല്ലേലൂയ. അത് കേടാവാതിരിക്കാൻ ദൗത്യം നോക്കിക്കോണേ. ദൗത്യം ദൈവം നമുക്കാ തന്നേക്കുന്നത്. അത് ഇന്ന് രാത്രിയിൽ എന്നോട് കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമുക്ക് ആ വാക്കുകൾ ഏറ്റെടുക്കാം. അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നവർ, എൻകറേജ് ചെയ്യുന്നവർ, ഫോൺ ചെയ്ത് സംസാരിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിരി കാണുമ്പോൾ അടുത്തൊരാൾക്ക് ഒരു സന്തോഷം കൂടി വരുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മുടെ ദൈവമക്കളെ ഒരു കൈ കൊടുക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അടുത്തൊരാളുടെ എനർജി അന്ന് ഡബിൾ ആകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് തിരിച്ചാ കൈ കൊടുക്കുമ്പോൾ ഉള്ള എനർജി നമ്മളെ
അല്ലെങ്കിൽ പോയി ആ ആള് പോകട്ട് പോകുന്ന അവസ്ഥയിലാണ് ഈ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഓർക്ക, ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് ഓർത്ത് കഴിഞ്ഞാൽ പ്രിസർവ് ഈച്ച് അതർ. ദൈവസഭയിൽ അത് നടക്കട്ടെ. ഇന്ന് രാത്രിയിൽ കേട്ട വചനത്തിന് മൂലം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കേട്ട കർത്താവ്